എങ്ങനെയുണ്ട് എമ്പുരാൻ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് എമ്പുരാൻ? എങ്ങനെയുണ്ട്? എല്ലാവരുടെ ഇഷ്ടം. ലാലേട്ടൻ, മഞ്ജു ചേച്ചി എല്ലാവരുടെ ഇഷ്ടം. എന്താ പറയാനുള്ളത്? എങ്ങനെയാണ് പടം? സൂപ്പറാണ്. ഈ പറയുന്ന കണക്ക് RSSന്റെ അങ്ങനെയെന്നുള്ള ഒരു പ്രശ്നങ്ങളോ അതിലൊന്നുമില്ല. ചുമ്മാ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പടം, നല്ല പടം. ഒരു സിനിമയായിട്ട് തന്നെ കാണണം. ഞാനൊരു BJP പ്രവർത്തകനാണ്, BJPയുടെ അനുഭവിയാണ്. പക്ഷേ ഞാൻ പറയുന്ന അങ്ങനെയുള്ള ഒരിതും നമ്മളതിൽ കാണേണ്ട ആവശ്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടമായിട്ട് തന്നെ കാണണം. പടം തന്നെയാണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സൂപ്പർ പെർഫോമൻസാണ്. ഓരോരുത്തരും അതിൻ്റേതായ രീതിക്ക് അവർ വ്യക്തമായിട്ട് നല്ല രീതിക്ക് അഭിനയിച്ചിട്ടുണ്ട്. നമ്മളത് ഒരു രാഷ്ട്രീയമായിട്ട് അവർ കാണരുത്, അത് സിനിമയായിട്ട് തന്നെ സിനിമയായിട്ട് കാണണം. ഞാനും ഇതിങ്ങനെ അതുകൊണ്ടാണ് ഇന്ന് കാണാൻ തന്നെ വന്നത്. പക്ഷേ കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി നല്ല ക്ലിയറായിട്ട് നമ്മളൊരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മളതിൽ രാഷ്ട്രീയം കലർത്തരുത്, അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടമായെന്ന് വെച്ചാൽ ഇത്രയും ഈ അടിയും പിടിയും ആവശ്യമൊന്നും ഇല്ലായിരുന്നു. തോന്നി. എന്തു പറ്റി ഇത്രയും ഒരു ഇതായിട്ട് ഈ കൊച്ചുങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്ത് ഇത്രയും ഒരു ഇത് വളർന്നു പറഞ്ഞ തലമുറ ഇങ്ങനെയാണല്ലോ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. സിനിമ തന്നെ, പക്ഷെ ഇത്രയും കുറച്ച് കൂടിപ്പോയി, ഓവറായിപ്പോയി. നല്ല പടമായിരുന്നു. എനിക്ക് മോഹൻലാൽ, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. നല്ല വിഷ്വൽ എഫക്റ്റ് ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഫിലിം കാണാൻ വേണ്ടി വന്ന. പക്ഷെ ഈ വേർഷൻ എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. നല്ല വേർഷൻ എന്തായാലും ഇന്ന് കാണാൻ പറ്റുകൊണ്ട്. അതെ. ഈ പറയുന്ന പോലെ ഭയങ്കര രാഷ്ട്രീയവൽക്കരമൊന്നുമല്ല. സത്യം പറഞ്ഞിരിക്കുന്ന പൃഥ്വിരാജ് എനിക്കിഷ്ടമായി. നല്ല മ്യൂസിക്, മേക്കിംഗ്, ലാലേട്ടൻ സൂപ്പർ. ഇഷ്ടമായി, എനിക്കിഷ്ടമായി. എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. ഇത്രയും ആൾക്കാരുടെ എഫേർട്ട്, എത്ര ആൾക്കാരാണ് അതൊരു ചെറിയ കാര്യമല്ല. പൃഥ്വിരാജ് മേക്കിംഗ്, ഡയറക്ഷൻ കാണാനുണ്ട് അതിനകത്ത്. നല്ല രീതിയിൽ നല്ലതായിട്ട് എടുക്കും. ഈ ഒരു നമ്മൾ ഈ യൂറോപ്യൻ അല്ല ഹോളിവുഡ് പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ലെവലാണ്. അടിപൊളി. ഇല്ല, വളരെ നല്ല സിനിമ. കൊള്ളാം. ഇഷ്ടമായത് ലൈക്ക് മേക്കിംഗ് നൈസാണ്. ടോട്ടലി കൊള്ളാം. വൺ ടൈം വാച്ചബിളാണ്. മോഹൻലാൽ പൃഥ്വിരാജ് സ്ക്രീൻ പ്രസൻസ് നൈസാണ്. മഞ്ജു വാര്യർ നൈസാണ്. അതിനെക്കുറിച്ച് പറയാനുള്ള കുറച്ച് ബ്രൂട്ടൽ സീൻസും അങ്ങനത്തെ കുറച്ച് സംഭവം ഉണ്ട്. അതിലേക്ക് നമ്മുടെ കയ്യിലല്ലോ. സിനിമയായിട്ട് കാണണം. ഇതിൽ പ്രശ്നം അത് പറഞ്ഞാൽ സ്പോയിലർ ആകും ബ്രോ. അത് ലൈക്ക് പാർട്ടി അവരായിട്ട് എടുക്കുന്നില്ല. അത് പിന്നെ ഒപ്പീനിയൻ പറയുന്നതാണല്ലോ. സന്തോഷമുണ്ട് ഉള്ളതാണ്. കുഴപ്പമില്ല. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരുമാതിരി കാണാൻ കൊള്ളാമെന്ന്. അതുവരെ ലാഗിങ് ആയിരുന്നു. മഞ്ജു കുഴപ്പമില്ലായിരുന്നു. നാളെ മുതൽ സീനൊക്കെ കട്ട് ചെയ്താണല്ലോ ഇറങ്ങണം. അപ്പോൾ അതിന് മുന്നേ കാണാൻ പറ്റും. എങ്ങനെയുണ്ട് എമ്പുരാൻ? സൂപ്പറായിട്ടുണ്ട്. ഇന്നേനെ വന്ന് കണ്ട നാളെ ഇനി കട്ട് വർഷം ഇറങ്ങുന്നുണ്ടോ? ഇല്ല, നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. നല്ല ഫിലിം, നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. ഗുഡ് മേക്കിംഗ്. പൃഥ്വിരാജ് ആൻഡ് മോഹൻലാൽ ഇസ് സൂപ്പർ. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട്. അനാവശ്യമായ ഇത് റിവ്യൂസ് ഉണ്ടാക്കാതെ പടം നല്ലതായി കാണുക, പടമായി കാണുക. അതെ, ഇതൊരു സിനിമയാണ്. സിനിമയായി കാണുക. ഓക്കെ, താങ്ക് യു. നൈസ് പടം. അതിനകത്ത് മാസ് നൈസാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആവറേജ് റിവ്യൂ അല്ലേ സാധാരണ കേട്ടോണ്ടിരുന്നത്, അതുപോലെ ഒന്നുമല്ല, നല്ല പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഷീൻ സാരം ഫുൾ ഫൈറ്റും അടിപൊളിയായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടു.
പറ്റി? ഓ വേറെ ലെവൽ തന്നെ. പൃഥ്വിരാജൊക്കെ സീനാ. ഭയങ്കര ഇഷ്ടമായത് ആരുടെ ക്യാരക്ടർ? പൃഥ്വിരാജ്. പൃഥ്വിരാജ് മോഹൻലാലും കുഴപ്പമില്ല, മോഹൻലാൽ സെറ്റപ്പ് ആയിരുന്നു. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണ്? ടൊവിനോ, മഞ്ജു വാര്യർ? ഓ കുഴപ്പമില്ല, അവർ നല്ല പോലെ അയച്ചു, സെറ്റപ്പ് ആയിരുന്നു. പൃഥ്വിരാജിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ടിംഗ് ഒക്കെ നന്നായിരുന്നു. ലാലേട്ടൻ്റെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫൈറ്റിംഗ് സീനൊക്കെ അടിപൊളിയായിരുന്നു. ഓ അടിപൊളിയായിരുന്നു. പൃഥ്വിരാജും മാസമായിരുന്നു. എങ്ങനെയുണ്ട്? നല്ലതായിരുന്നു. ഞെട്ടിച്ചോ? എങ്ങനെയുണ്ട് എമ്പുരാൻ? എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. മഞ്ജു ചേച്ചി എങ്ങനെയുണ്ട്? പൊളിച്ചോ? പൊളിച്ചു. എങ്ങനെയുണ്ട് എമ്പുരാൻ? നല്ല സിനിമയാണ്.